ഇരുന്നിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഖുർആൻ ഓതുന്നതിന് മുമ്പ് മുസ്വാക്ക് ചെയ്തും മറ്റുമൊക്കെ ബ്രഷ് ചെയ്ത് വായു വൃത്തിയാക്കണം. ദുർഗന്ധവും നാറ്റവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ ഓതാൻ ഇരിക്കുന്ന ആൾ ഒതു എടുത്തിരിക്കണം. അതതിൻ്റെ അദബും മര്യാദയുമാണ്. ഖുർആൻ ഓതുന്ന ആള് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചിരിക്കണം. അത് അതിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ്. ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുന്ന ആളിൻ്റെ ശരീരം, വസ്ത്രം, ഇരിക്കുന്ന സ്ഥലം ഇതൊക്കെ മാലിന്യമുക്തമാവണം. നജസ്സിൽ നിന്ന് ശുദ്ധിയാവണം എന്ന് പറഞ്ഞാൽ മാലിന്യമുക്തമാവണം. എന്നിട്ട് അദ്ദേഹം മലായിക്കത്തിന് അടുത്തിരിക്കാൻ പറ്റത്തക്ക രീതിയിൽ ഏതെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കണം. അത്തറോ അതുപോലത്തതോ ആയ നല്ല വാസനയുള്ളത് ഉപയോഗിക്കണം. അയാൾ കഴിയുന്നതും സാധിക്കുമെങ്കിൽ ഖിബ്ലക്ക് അഭിമുഖമായിട്ട് ഇരിക്കണം. വീട്ടിലായാലും പള്ളിയിലായാലും എവിടെയായാലും ഖിബ്ലക്ക് അഭിമുഖമായിട്ട് ഇരിക്കണം. അദ്ദേഹം മുസാഫ് കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിൽ കുറച്ച് ഉയർത്തിപ്പിടിക്കുക. അതല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ ഒരു തലയണ പോലത്തതിമേൽ ഉയർത്തി വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ മുസാഫ് വെക്കുന്ന ചെറിയൊരു സാധനം, എന്താ അതിന് പറയാ? റേഹാൽ. അങ്ങനെ ഏതായാലും ഒരു ഉയരമുള്ള സ്ഥലത്ത് അതിൻ്റെ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് ആ മുസാഫ് ഇങ്ങനെ എടുക്കുമ്പോൾ പഴമക്കാർ ചെയ്തിരുന്നത് പോലെ അത് ഒതുവോടുകൂടെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ ഒരു ബഹുമാനത്തോടുകൂടെ എടുത്ത് അതിനൊന്ന് ചുംബനം കൊടുത്തു. എന്നിട്ട് ആ മുസാഫ് എടുത്തുകൊണ്ട് അതിൻ്റെ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ അദബുണ്ട്. മുസാഫ് ഇങ്ങനെ മറിക്കുമ്പോൾ ഓതിക്കഴിഞ്ഞ ഭാഗവും ഓതാനുള്ള ഭാഗവും നമ്മളിങ്ങനെ ഓതിയിട്ട് മുസാഫ് ഇങ്ങനെ മറിച്ചിരിക്കുകയാണ്. ആ മറിച്ചിട്ട് എന്ത് ചെയ്യണം? മുസാഫ് പൂട്ടി വെക്കുമ്പോൾ ഓതിയ ഭാഗത്തിന് മുകളിലേക്ക് ഓതാനുള്ളതിനെ പൂട്ടി വെക്കണം. ഇങ്ങോട്ടല്ല മുസാഫ് പൂട്ടി വെക്കേണ്ടത്, ഇങ്ങോട്ടാണ്. എന്തുകൊണ്ട്? അടുത്ത പ്രാവശ്യം മുസാഫ് തുറക്കുമ്പോൾ വലഭാഗത്തേക്ക് തുറക്കണം. എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുഹിബ്ബു തയാമുന ഫീ ഉമൂരി കുല്ലിഹാ, എല്ലാത്തിലും വലത്തേതിനെ മുന്തിക്കുക എന്നത് ഏറ്റവും വലിയ അദബാണ്. അപ്പൊ ഒരു മുസാഫ് ഓതുന്നയാള് ഓതിക്കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പൂട്ടലല്ല, മുസാഫ് വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും വെക്കലല്ല. മുസാഫ് ഓതിക്കഴിഞ്ഞാൽ ഓതാനുള്ള ഭാഗം ഓതിയ ഭാഗത്തിന് മേൽ ഇങ്ങനെ അടക്കണം. എന്നാൽ ഇങ്ങനെയാണ് മുസാഫ് നിൽക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഓതാൻ എടുക്കുമ്പോൾ ഇങ്ങോട്ട് മറിക്കാം, വലഭാഗത്തേക്ക് മറിക്കൽ വരും. ഇങ്ങോട്ടാണ് പൂട്ടി വെച്ചതെങ്കിൽ ഇടഭാഗത്തേക്കാണ് മറിക്കൽ വരിക. അത് നല്ലതല്ല, അദബിനെതിരാണ്. അങ്ങനെ മുസാഫ് ഓതാൻ വേണ്ടി ഇരിക്കുന്ന ആൾ മിസ്വാക്ക് ചെയ്യുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, സുഗന്ധം പുരട്ടുന്നു, ഖിബ്ലക്ക് അഭിമുഖമായി ഇരിക്കുന്നു, മാലിന്യമുക്തമായ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഇനി അയാൾ ഓതാൻ വേണ്ടി തുടങ്ങുമ്പോൾ അയാളെ പിശാച് പിടികൂടും. സ്വാഭാവികമായിട്ടും ഓതാൻ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഒരു കോട്ടാവീടിൽ വരും. ഓതാൻ ഇങ്ങനെ ഇരുന്നാൽ പല ആലോചനകളും വരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ മുക്തമാകാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അത് വല്ലാത്ത ഒരു ശ്രദ്ധയോടുകൂടെ ഓതണം. അഊദു എന്ന പദത്തിന് വല്ലാത്ത അർത്ഥമുണ്ട്. അവത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലിൽ ചുറ്റി നിൽക്കുന്ന മാംസത്തിനാണ് അവത് എന്ന് പറയാം. നമ്മളൊരു മാംസം കഴിക്കുമ്പോൾ കോഴിന്റെ കുറക് എല്ലുമ്മൽ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നതാണ്. നമ്മളെ വാരി എല്ലുമ്മലൊക്കെ ഉള്ള എല്ലിൽ നിന്ന്